ഹൈക്കോടതിൻ്റെ പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് കുട്ടികളെ മര്യാദ പഠിപ്പിക്കുന്നതിന് വേണ്ടി വേണമെങ്കിൽ തല്ലാമെന്ന്. പണ്ടൊക്കെ കുട്ടികൾക്ക് പഠിക്കലായിരുന്നു പ്രയാസം. ഇന്ന് ടീച്ചേഴ്സിന് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് ആയിട്ടുള്ളത്. സത്യത്തിൽ ഇതൊരു ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. കാരണം ജെൻസിയിലെ മക്കളെന്ന് പറയുന്നത് അവർ റീൽസിൻ്റെ മുമ്പിലും ഷോർട്ട് വീഡിയോസിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ചെറിയ സെക്കൻഡ്സ് മാത്രമേ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അത് കഴിയുമ്പോൾ അവർ ഡിസ്ട്രാക്റ്റ് ആകുകയാണ്. അവർക്ക് പുതിയ പുതിയ സാധനത്തിലേക്ക് പോകണം. ഒരു 1 മിനിറ്റുള്ള ഒരു യൂട്യൂബ് വീഡിയോ പോലും കാണാൻ പറ്റാത്ത കുട്ടിയാണ് ഒരു 40 മിനിറ്റ്സ് അല്ലെങ്കിൽ 45 മിനിറ്റ്സ് ഒരു ടീച്ചർ ഇങ്ങനെ കാണുന്നത്. നമ്മൾ റീൽസിലേക്ക് വരുമ്പോൾ അവിടെ വിഷ്വൽ എഫക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ പലവിധ കളർ ഗ്രേഡിങ്ങുകളുണ്ട്. പക്ഷേ ക്ലാസ് റൂമിലേക്ക് വരുമ്പം നമ്മളെ പഴയ പെയിൻ്റ് അടിച്ച ക്ലാസ് റൂമൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ? ഒന്നിക്കിൽ കുട്ടികളെ നമ്മളെ ജനറേഷൻ വയസ്സിലേക്ക് ചിന്തിപ്പിക്കുക എന്നുള്ളതാണ്. അവരുടെ തോട്ട് പ്രോസസ്സിനെ 90s പ്രോസസ്സിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വഴി. പക്ഷെ അത് പോസിബിൾ അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മളെ തോട്ട് പ്രോസസ്സിനെ, നമ്മുടെ ടീച്ചിങ് സ്കിൽസിനെ, ടീച്ചിങ് മെത്തഡോളജിയെ ഇവരെ എങ്ങനെ നമ്മുടെ അറ്റൻഷനിലേക്ക് കൊണ്ടുവരാം, ഇവരുടെ ഡിസ്ട്രാക്ഷൻ എങ്ങനെ കുറച്ച് കൊണ്ടുവരാം, ഇവരെങ്ങനെ ക്ലാസ് റൂം എൻഗേജ്ഡ് ആക്കിപ്പിക്കാം. നമ്മൾ പഴയ കാലത്ത് എഡ്യൂക്കേഷൻ, എൻ്റർടൈൻമെൻറ്റ് എന്ന രണ്ട് സെക്ടറായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. ഇന്ന് എഡ്യൂടെയിൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ സാധനം വൊക്കാബുലറി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മൾ അപ്ഡേറ്റ് ആകേണ്ടതുണ്ട്. നമ്മുടെ ടീച്ചിങ് മെത്തഡോളജികൾ, സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അസസ്മെൻറ്റ് സ്കിൽസൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇനിയുള്ള ജനറേഷനെ നമ്മുടെ നല്ല സ്റ്റുഡൻസാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ.